ബോഡി ബിൽഡിംഗിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോട്ടുകാർ. പബ്ലിക് കേരളയുടെ എന്റർടൈൻമെന്റ് ഡെസ്കിൽ മിസ്റ്റർ കാസർഗോഡ് ഷെരീഫ് കരിപ്പൊടിയുടെ വിശേഷങ്ങൾ കാണാം. ഹായ്, ഐ ആം ഷെരീഫ് കരിപ്പൊടി, മിസ്റ്റർ കാസർഗോഡ് 2018. പിന്നെ എന്നെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ചാനലിൻ്റെ മുമ്പിൽ വന്നതിൻ്റെ ഉദ്ദേശം പബ്ലിക് കേരള എന്നോട് ഈ ഒരു ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു മോട്ടിവേഷൻ, പബ്ലിക്കിന് എങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചാനലിന് മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ജിമ്മിൽ പോയി അല്ലെങ്കിൽ പ്രോട്ടീൻ അടിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇഞ്ചെക്ഷൻ ചെയ്തു, അങ്ങനെയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഈ ബോഡി ഫിറ്റ്നസ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ആവാം, അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ടീഷർട്ട് ഇട്ട് നടക്കുമ്പോൾ അധികം ആൾക്കാരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് മെഡിസിൻ അടിച്ചിട്ട് വന്ന ബോഡിയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രയത്നവും ഹാർഡ് വർക്കും ഡെയിലി 2 നേരമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. രാവിലെ ഏകദേശം 1 മണിക്കൂർ എന്തില്ലെങ്കിലും കാർഡിയോ വർക്കൗട്ട് ചെയ്യും. അതേപോലെ ഈവനിങ് ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ബാക്കി പാർട്സിനുള്ള വർക്കൗട്ട് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ഡയറ്റിങ്ങും അങ്ങനെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഡെയിലി ഡയറ്റിങ്ങിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ നമ്മൾ ഈ ഫിറ്റ്നസ്സിനെ പിടിച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ 2 നേരമാണ് വർക്കൗട്ട് ചെയ്യുന്നത്, മോർണിംഗും അതേപോലെ ഈവനിങ് തന്നെ. പക്ഷേ എൻ്റെ പ്രൊഫഷന് ജിമ്മല്ല. സത്യത്തിൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്. എൻ്റെ പ്രൊഫഷനും വേറെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഒരു ദിവസം എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഡയറ്റിംഗ് ഫോളോ ചെയ്തിട്ട് പോകാൻ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. എന്തില്ലെങ്കിലും എനിക്ക് വെറും എൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് എങ്ങനെ ഒക്കെ നോക്കിയാലും ഒരു ദിവസം 500,000 ചിലവുണ്ട്. അതുകൂടാതെ സപ്ലിമെൻറ്റിൻ്റെ ചിലവ് മന്ത്ലി വേറെയാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു 8 മന്തായിട്ട് ഞാൻ എടുക്കുന്നുണ്ടത്. ഇത് ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത് 25 ഗ്രാം പ്രോട്ടീനാണ് ഇതിൽ 1 സെർവിങ്ങിൽ. അതിൽ 5.5 BCAA ഉണ്ട്. ഇതെന്ന് പറയുന്നത് 100% വേ പ്രോട്ടീനാണ്, 0 കാർബാണ്. അതേപോലെ തന്നെ ഇതാണ് BCAA. ഇത് നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം റീകവറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഡെയിലി 2 നേരം എടുക്കുന്നു. ഒന്ന് ആഫ്റ്റർ വർക്കൗട്ടിനും ഒന്ന് ഇത് ബെഡ് ടൈമിലാണ് ഇത് എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ പ്രീ വർക്കൗട്ടാണ്. ഇത് വർക്കൗട്ടിന് മുമ്പ് 1/2 അവർ ബിഫോറാണ് ഞാൻ കഴിക്കുന്നത്. 1 ടൈമാണ് ഇത് ഡെയിലി എടുക്കുന്നത്. ഇത് ഗ്ലൂട്ടമീനാണ്. ഇതും അതേപോലെ തന്നെ ഇത് റീകവറിയാണ് ഗ്ലൂട്ടമീൻ. അതേപോലെ തന്നെ ഇത് അമീനോ ലിക്വിഡാണ്. അമീനോ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് കോമ്പറ്റീഷൻ്റെ ഏകദേശം 2-3 ദിവസം മുമ്പ് എടുക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ വാട്ടർ കട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ അമീനോ ലിക്വിഡാണ്. ഇപ്പോൾ 4 ദിവസം 3 ദിവസമൊക്കെ വാട്ടർ കട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വെള്ളം വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ബോയിൽ ചിക്കൻ കഴിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. വെള്ളമൊന്നും കുടിക്കാത്ത സമയത്ത് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ്. ആ സമയത്ത് അതിൻ്റെ ഒരു ദിവസത്തെ പ്രോട്ടീൻ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കും. ഇതിൽ ഒരു സ്കൂപ്പ് കഴിച്ചാൽ 16 ഗ്രാം പ്രോട്ടീനാണ് ഇത് സപ്ലൈ ആവുന്നത്. അതുകൊണ്ട് ഇതും ഒരു എന്താ പറയുന്നത്, ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ എടുക്കുന്നുണ്ടത്. ഇതും എൻ്റെ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ കൂടെ പുറപ്പോലെയാണ്. ഇതെൻ്റെ പ്രോട്ടീൻ ബാറാണ്. എവിടെ പോകുമ്പോഴേക്കും ഇത് എൻ്റെ ബാഗിൽ ഉണ്ടാവും. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നോർമലി ഫുഡ്
കരുതിയിട്ട് എൻ്റെ എല്ലാ ഫുഡും ഒരു നേരത്തെ 4-5 മീൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവും. ഇൻ കേസ് എവിടെയെങ്കിലും വീട്ടിലെത്താൻ പറ്റാത്തിരുന്ന ആ സാഹചര്യത്തിൽ പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിൽ പിന്നെ 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 10 ഗ്രാം ഫൈബർ ഉണ്ട്, 5.5 DCW ഉണ്ട്, ഗ്ലൂട്ടാമിൻ ഉണ്ട്. പിന്നെ ഇതിൽ ഷുഗർ ഒന്നുമില്ല. ഇതും ഒരു ഡയറ്റിംഗ് ഫുഡാണ് ഇത്. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ മിസ്റ്റർ ഏഷ്യക്കുള്ള സെലക്ഷൻ ട്രയലാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഞാൻ ഏകദേശം ബോഡി ബിൽഡിങ് ഈ ജിമ്മ് എന്ന് പറയുന്ന ഫിറ്റ്നസ് ചെയ്യുന്ന 10 വർഷമായി. അതിൽ ഏകദേശം 8 മന്ത് ഇപ്പോൾ 1 ഇയറായി ഞാൻ മെയിൻ്റെനൻസ് ഫിറ്റ്നസ്സും കാര്യങ്ങളായിട്ട് പിന്നെ ഫുള്ള് കണ്ടിന്യൂ ഡയറ്റിങ്ങിലാണ് ഇപ്പോൾ 1 ഇയറായിട്ട്. പിന്നെ നോ ഓയിൽ ഫുഡ്, നോ ഷുഗർ, പിന്നെ വേസ്റ്റ് ഫാറ്റ് ആയിട്ടുള്ള ഒരു ഫുഡും ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് 1 ഇയറായിട്ട് മെയിൻ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് എല്ലാവർക്കും ഉണ്ട് ഈ ബോഡി ബിൽഡിങ് ചെയ്യണം, അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോഴത്തെ നമ്മളിവിടെ തന്നെ ഒരുപാട് ജിമ്മായി. കാസർഗോഡ് ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, എത്രയോ ജിമ്മുണ്ട്. അതിൽ എത്രയോ പലയിടത്തായിട്ട് എത്രയോ നമ്മളെ ഈ യങ്സ്റ്റർ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് മാക്സിമം ഇതിനോട് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിനെ ലൈക്കോ അല്ലെങ്കിൽ കമൻസോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിനെ കാണാത്ത രീതിയിൽ വെറും ഒരു നോക്കിയിട്ട് ഇപ്പം നമ്മളിവിടെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട് ബോഡി ബിൽഡിങ് അങ്ങനെയുള്ളത്. അതിൽ നമ്മൊരു ഫോട്ടോസോ അല്ലെങ്കിൽ നല്ലൊരു ഇത് ചെയ്തിട്ട് ഫോട്ടോസോ ഇട്ടാൽ 1-2 പെർമനൻറ്റ് ലൈക്ക് അടിക്കുന്ന അത്രയും ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരും ഇത് ജസ്റ്റ് ഒന്ന് സീൻ ബൈ ആക്കിയിട്ട് ഒരു മൈൻഡും ചെയ്യാത്തതാണ്. ഇതിനെ ബിൽഡപ്പ് ആക്കിയിട്ട് എടുക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് 100ൽ ഒരു 10 പേർക്ക് കഴിയുന്ന കാര്യമാണ്. എല്ലാവർക്കും ഫിറ്റ്നസ് ആക്കണം, 6 പാക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അധികം ആൾക്കാർ അവരെ ഫുഡ്, നമ്മളുടെ ഇവിടുത്തെ ഫുഡ്, വർക്കൗട്ട്, രാവിലെ എണീച്ചിട്ട് എല്ലാവർക്കും ഇതിനെ കഷ്ടപ്പെടാനോ അതിനുള്ള സമയമില്ല, ഉറക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ 2 നേരം നമ്മളെ ജോബും കഴിഞ്ഞ് 2 നേരം ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ പിടിച്ചേക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള മോട്ടിവേഷന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് അറിയാനുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റന്നാളാണ് എൻ്റെ ഏഷ്യ സെലക്ഷൻ ട്രയൽ. അപ്പോൾ നാളെ ആഫ്റ്റർനൂണ് ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ബിഗ് സ്റ്റേജാണ്. സെലക്ഷൻ കിട്ടുന്നതോ കിട്ടുന്നില്ല അതല്ല, ഇങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാമെന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. മിസ്റ്റർ കാസർഗോഡ് ഷെരീഫ് കരിപ്പൊടിയുടെ ജീവിതാനുഭവമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ പ്രയത്നമാണ് നിങ്ങളുമായി അദ്ദേഹം പങ്കുവച്ചത്. നമുക്കറിയാം, നമ്മുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നഗരമധ്യങ്ങളിലൊക്കെ ടീഷർട്ട് ഇട്ട് ബോഡി ബിൽഡപ്പ് ചെയ്തിട്ട് പോകുന്ന യുവാക്കളെ നമ്മളൊക്കെ പുച്ഛിച്ച് കാണാറുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉണ്ട്. അതിനോടൊപ്പം അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന മറ്റൊരു പ്രൊഫഷനും കൂടിയാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. സ്വന്തം ബോഡി ഫിറ്റ്നസ് ചെയ്യാനുള്ള ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച് നേരത്തെ നിങ്ങളോട് പങ്കുവച്ചതാണ്. നമ്മൾ ആരെയും തരം താഴ്ത്തി കാണരുത്. ഒരിക്കലെങ്കിലും നമ്മൾക്ക് തല ഉയർത്താനുള്ള ഒരവസരം ഇവരിലൂടെ ചിലപ്പോൾ നമ്മൾക്കുണ്ടായെന്ന് വരും. അതുകൊണ്ട് പരിപൂർണ സപ്പോർട്ടുമായി നമുക്ക് ഇവരെയൊക്കെ പിന്തുണക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.